നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വെള്ളാപ്പള്ളി നടേശൻ രണ്ട് കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. മൂന്നാം തവണയും പിണറായി വിജയനെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇരുത്തുമെന്ന ദൃഢപ്രതിജ്ഞയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അംബാസിഡറായി സ്വയം വേഷം എടുത്തെളിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം. ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ വലിയ തോതിൽ CPM-ന് ഹൈന്ദവ വികാരം അനുകൂലമാക്കുന്ന തരത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ തന്ത്രപൂർവ്വമുള്ള പ്രസ്താവനകളാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നതെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. CPM-ന് അനുകൂലമായി ഒരു ഹൈന്ദവ വികാരം സൃഷ്ടിക്കുക എന്നുള്ള ഉറച്ച ഉദ്ദേശത്തോടു കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് പോകുന്നത്. വെള്ളാപ്പള്ളിയെ നിരന്തരം പുകഴ്ത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് കൂടുതൽ വളമിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, അയ്യപ്പ സംഗമം CPM-ന്റെയും സർക്കാരിൻ്റെയും ഒരു അത്യുഗ്രൻ പരിപാടിയാണ്. SNDP-യെയും NSS-നെയും എല്ലാം ഒരേ ചാനൽ കൊണ്ടുവന്ന് അണിനിരത്തി സർക്കാരിന്റെ ഒരു നടപടിക്ക് പിന്തുണ പ്രഖ്യാപിപ്പിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞത് ചില്ലറ കാര്യമല്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പറയുന്നത്. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി 2018 സുപ്രീം കോടതി വിധിയെ തുടർന്ന് NSS-ഉം SNDP-യും രണ്ടറ്റത്ത് നിന്നാണ് ഇക്കാര്യത്തിൽ നടപടികൾ അല്ലെങ്കിൽ നിലപാടുകൾ കൈക്കൊണ്ടത്. SNDP എടുക്കുന്ന നിലപാടിനോട് NSS ഒരിക്കലും യോജിക്കാറില്ല, പ്രത്യേകിച്ച് ശബരിമലയുടെ കാര്യത്തിൽ. എന്നാൽ SNDP-യെയും NSS-നെയും ഒരേ വരയിൽ കൊണ്ടുവന്ന് ഒരേ ചാനലിൽ അണിനിരത്തിക്കൊണ്ട് സർക്കാരിന്റെ നടപടികൾക്ക് പിന്തുണ പ്രഖ്യാപിപ്പിക്കാൻ ഇതുവഴി കഴിഞ്ഞത് ചില്ലറ നേട്ടമല്ല. അതിന്റെ പ്രധാന ഉത്തരവാദി അല്ലെങ്കിൽ അതിന്റെ പ്രധാന പങ്ക് വഹിച്ചത്, അതിന് പിന്നിൽ നീക്കങ്ങളെല്ലാം നടത്തിയത് വെള്ളാപ്പള്ളി നടേശനായിരുന്നുവെന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് തന്നെ ഇടപെട്ട് KV ഗണേഷ് കുമാറിനെ നിയോഗിച്ച് സുകുമാരൻ നായരെ സർക്കാരിന്റെ വരുതിയിലാക്കി അല്ലെങ്കിൽ സുകുമാരൻ നായരെ സർക്കാരിന്റെ ചാലിലേക്ക് കൊണ്ടുവന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ ഹൈന്ദവ സംഘടനകളും അയ്യപ്പ സംഗമത്തിന് അനുകൂലമാണ്. അതിന്റെ ക്രെഡിറ്റ് മറ്റാർക്കുമല്ല, വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. മൂന്നാം തവണയും പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുത്തും എന്ന ഉറപ്പ് അദ്ദേഹം പിണറായിക്കും CPM-നും നൽകിയിട്ടുണ്ടത്രേ. അങ്ങനെ ഉറപ്പ് നൽകുവാണെങ്കിലാണ് താങ്കൾക്ക് എന്ത് സ്വാതന്ത്ര്യവും എടുക്കാമെന്ന് പിണറായി വിജയനും പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി കൃത്യമായ ചില അജണ്ടകളോടെ മുന്നോട്ട് പോകുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ കോൺഗ്രസിന്റെ പട്ടികയിലേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ഏറെക്കുറെ ന്യൂനപക്ഷ വോട്ടുകൾ, ക്രൈസ്തവ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന്റെ പട്ടികയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഇനി അത് തിരിച്ച് CPM-ലേക്ക് വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഹൈന്ദവ ഏകീകരണത്തിന് അന്ന് മുതൽ പിണറായി വിജയൻ ശ്രമിക്കുകയായിരുന്നു. അതിന് ഊടും പാവും നെയ്തത്, അതിന് ഇന്ധനം ഒഴിച്ചു കൊടുത്തത് മറ്റാരുമല്ല, സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അങ്ങനെ വെള്ളാപ്പള്ളി പിണറായി കൂട്ടുകെട്ട് ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ മൂന്നാം തവണയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തെ എല്ലാം പിണറായി വിജയന് പിന്നിൽ അണിനിരത്താൻ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ്. ഈ അയ്യപ്പ സംഗമത്തിലൂടെ അതാണ് മനസ്സിലാവുന്നത്. കേരളത്തിലെ എല്ലാ ഹൈന്ദവ സംഘടനകളെയും, യോഗക്ഷേമ സഭ പോലും അവസാനം സർക്കാരിനെ അനുകൂലിക്കുന്ന അവസ്ഥ വന്നു. പന്തളം കൊട്ടാരം സർക്കാരിനെ അനുകൂലിക്കുന്ന അവസ്ഥ വന്നു. NSS നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിന് അനുകൂലമായ തീരുമാനമെടുത്തു. വിശ്വകർമ്മ സഭയും ധീവരസഭയും പോലുള്ള ആളുകൾ പോലും ഇക്കാര്യത്തിൽ സർക്കാരിന് അനുകൂലമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഹൈന്ദവ സംഘടനകളെല്ലാം പിണറായി വിജയന് പിന്നിൽ അണിനിരത്താൻ വെള്ളാപ്പള്ളി കാണിച്ച ആ ബുദ്ധിയാണ് മൂന്നാം പിണറായി സർക്കാരിന്റെ അടിത്തറയാകാൻ പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും പറയുന്നത്. ഏതായാലും വെള്ളാപ്പള്ളി രണ്ട് കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഒന്നുകിൽ പിണറായിയെ മൂന്നാം തവണയും അധികാരത്തിലേറ്റും, അതല്ലെങ്കിൽ കേരള രാഷ്ട്രീയം തലകീഴായി മറിയും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ഉറപ്പാണ്.